Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റൻസ് എന്താണ്, കപ്പാസിറ്റർ എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെന്ന് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. പാരലൽ പ്ലേറ്റ് ആവുമ്പോൾ രണ്ട് കണ്ടക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ രണ്ട് കണ്ടക്ടേഴ്സിലും എങ്ങനെയാണെന്നുള്ള കേസ് നമുക്കറിയാം. ഒരു കണ്ടക്ടറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പോസിറ്റീവ് ചാർജിനെ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ പോസിറ്റീവ് ചാർജിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബൈ ഇൻഡക്ഷൻ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് അല്ലെ. രണ്ടാമത്തെ പ്ലേറ്റിന്റെ ഉള്ളില് എന്ത് ചെയ്തു, നെഗറ്റീവ് ചാർജ് കിട്ടി. ഈക്വൽ എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അടുത്ത സൈഡിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, എർത്ത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി അല്ലെ, കപ്പാസിറ്റി ചാർജ് സ്റ്റോറിംഗ് കപ്പാസിറ്റി കൂടുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ പ്ലേറ്റിന്റെ ഏരിയ എ ആണ്. എ ബിയുടെ ഏരിയ, രണ്ട് പ്ലേറ്റിന്റെയും ഏരിയ എത്രയാണ്, എ ആണ്. രണ്ട് പ്ലേറ്റിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, ഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എ ബി ദ ഏരിയ ഓഫ് ദ ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റിന്റെയും ഏരിയ എ ആണ്, അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇനി നമുക്ക് നോക്കിയാൽ ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യാം. ഈ പ്ലേറ്റ് പോസിറ്റീവ് ആണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിന്റെ ഇടയിലുണ്ട്. ഓക്കെ, ഞാൻ വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസേ വരയ്ക്കുന്നുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെ, എല്ലാ പോയിന്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞതാണ്, ഒരു പ്ലേറ്റ് പോസിറ്റീവും ഒരു പ്ലേറ്റ് നെഗറ്റീവും ആണെങ്കിൽ ഇതിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് E is equal to എന്തുവരും, സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്തെല്ലാം നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് E is equal to സിഗ്മ ബൈ എപ്സിലൺ 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ വാല്യൂ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് അറിയാവുന്നത് കപ്പാസിറ്റൻസ് C is equal to അല്ലെങ്കിൽ Q is equal to എന്തായിരുന്നു, CV ആണ്. അവിടുന്ന് C is equal to Q ഡിവൈഡഡ് ബൈ V എന്ന് എഴുതി അല്ലെ. നമുക്കറിയാം ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓൺ ദി സർഫസ് ഓഫ് ദി അല്ലെ ഷീറ്റ് ആണ്. ഈ ഷീറ്റിന്റെ അല്ലെ രണ്ട് മെറ്റാലിക് കണ്ടക്ടർ ആണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ഷീറ്റ് എടുത്തേക്കാണ്, രണ്ട് പ്ലേറ്റ് എടുത്തേക്കാണ്. അപ്പൊ ആ രണ്ട് പ്ലേറ്റിനിടയില് എന്തുവരും, അല്ലെങ്കിൽ ആ രണ്ട് പ്ലേറ്റിലും ചാർജ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുകയാണ്. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇതിന് എന്തുണ്ട്, സർഫസ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ. അപ്പൊ Q is equal to നമുക്ക് എന്തെന്ന് പറയാം, സിഗ്മ ഇൻറ്റു എ. നമ്മൾ പറഞ്ഞിരുന്നു എ ആണ് ഏരിയ ഓഫ് ദി ഷീറ്റ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദിസ് കണ്ടക്ടർ ആണല്ലോ. അപ്പൊ ഈ കണ്ടക്ടറിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മ is equal to Q divided by A. അപ്പൊ Q is equal to സിഗ്മ ഇൻറ്റു എ. അപ്പൊ Qന്റെ വാല്യൂ നമുക്ക് കിട്ടി. Q എത്രയാണ്, സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിനെ നമുക്കറിയാം. വാട്ട് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, dV by dx അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് E is equal to എന്തുവരും, V by ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്, D ആണ് അല്ലെ. അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ, E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, D ആണ് തന്നിരിക്കുന്നത്. അപ്പൊ E is equal to V by D എന്നും കൊടുക്കാം. ഡിസ്റ്റൻസ് ആണ് D, രണ്ട് പ്ലേറ്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് D ആണ്. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, വിക്ക് പകരം എന്ത് കൊടുക്കാം, E ഇൻറ്റു D അല്ലെ. അവിടുന്ന് V is equal to ED അപ്ലൈ ചെയ്യാലോ. ഓക്കെ, that's equal to sigma A divided by
ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ടു ഷീറ്റ്സ് അല്ലെ, എത്രയായിട്ടാ വരിക? സിഗ്മ ബൈ എപ്സിലൺ സീറോ. അപ്പൊ സിഗ്മ ബൈ എപ്സിലൺ സീറോ ഇൻറ്റു ഡി. സിഗ്മ സിഗ്മ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എപ്സിലൺ സീറോ എങ്ങോട്ട് വരും? ഇവിടെ 1/d ആയിട്ട് എപ്സിലൺ സീറോ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ എപ്സിലൺ സീറോ മേളിലേക്ക് വരും. അപ്പൊ നമ്മുടെ വാല്യൂ എന്തായി? എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, അപ്പൊ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തറിയണം? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണ്? ഒരു പ്ലേറ്റ് പോസിറ്റീവും അടുത്ത പ്ലേറ്റ് നെഗറ്റീവും ആണെങ്കിൽ ഇതിനിടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ബൈ എപ്സിലൺ സീറോ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ സിഗ്മ ബൈ എപ്സിലൺ സീറോ ആണ്. പിന്നെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ കൊടുക്കുക. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സർഫസ് ആണ്. അപ്പൊ സിഗ്മ ഈസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ എന്നുള്ള കേസ് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താ? E is equal to V by D. പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുത്തു. V is equal to ED. ഇക്ക് വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്ര കിട്ടി? എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ഇടയിൽ എന്തായിരുന്നു? എയർ ആണ് മീഡിയം. ഇനി നമുക്ക് എയർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ബോഡി വെച്ചിട്ട് നമുക്ക് കപ്പാസിറ്റൻസ് എത്രയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം രണ്ട് പ്ലേറ്റിന്റെയും ഏരിയ എ ആണ്. രണ്ട് പ്ലേറ്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇവിടെ എയർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E is equal to എത്രയായിരുന്നു? E is equal to സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലൺ സീറോ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് ഉള്ളില് ഒരു ഡൈ ഇലക്ട്രിക് പ്ലേസ് ചെയ്യാണ്. ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം നമ്മൾ പ്ലേസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു മീഡിയം നമ്മൾ ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തു. മീഡിയത്തിന്റെ തിക്നെസ് എത്രയാണ്? ടി ആണ്. ടി തിക്നെസ് ഉള്ള ഒരു മീഡിയം നമ്മൾ അതിന്റെ ഉള്ളിൽ വെച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ കപ്പാസിറ്റൻസ് C is equal to നമുക്ക് എന്തെന്ന് എഴുതാം? ഇക്വേഷൻ അത് തന്നെയാണ്, Q ഡിവൈഡഡ് ബൈ V. കപ്പാസിറ്റൻസ് C is equal to Q ഡിവൈഡഡ് ബൈ V ആണ്. ഇനി Q എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ Q is equal to എന്ത് വരും? സിഗ്മ ഇൻറ്റു എ അല്ലെ. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പൊ Q is equal to എന്തെന്ന് വരും? സിഗ്മ ഇൻറ്റു എ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. B എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എഴുതാം അല്ലെ. E is equal to V by D ആണ്. അപ്പൊ എന്ത് വരാം? V is equal to ED, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഡൈഇലക്ട്രിക് എന്താന്ന് മനസ്സിലായല്ലോ. ഒരു മീഡിയം വെച്ചു അല്ലെ. മീഡിയം ഉണ്ട്. ആ മീഡിയം ആണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന. മീഡിയത്തിന്റെ തിക്നെസ് T ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണ്? എയർ ആണ്. ഇത്രയും ഭാഗത്തെ എയർ ആണ്. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഇവിടെ എയർ ആണ്, ഇതാണ് മീഡിയം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് E is equal to നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ബൈ എപ്സിലൺ സീറോ. സിഗ്മ ബൈ എപ്സിലൺ സീറോ ആയിരുന്നു എയറിന്റെ കേസിൽ. ഇലക്ട്രിക് ഫീൽഡ് ഇൻ എയർ അല്ലെ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻ മീഡിയത്തിലെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? സിഗ്മ ഡിവൈഡഡ് ബൈ അതിന്റെ കൂടെ എപ്സിലൺ സീറോയുടെ കൂടെ ആരും കൂടെ വരും? ഈ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലൺ ആർ. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നും കൂടെ പറയാം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? K എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എപ്സിലൺ സീറോയുടെ കൂടെ എന്തും കൂടെ വരും? എപ്സിലൺ ആർ, അല്ലെങ്കിൽ എപ്സിലൺ സീറോയുടെ കൂടെ K എന്നും കൂടെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കാം. സിഗ്മ എ ഡിവൈഡഡ് ബൈ
എയറിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ബൈ എപ്സിലൺ സീറോ ആണ്. സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലൺ സീറോ ഇൻറ്റു ഡി. ഡി ഡിസ്റ്റൻസ് മൊത്തം എയർ ആണോ? അല്ല, ഡി ഡിസ്റ്റൻസ് മൊത്തം എയർ അല്ല. അപ്പൊ എന്തൊരു എത്ര ഡിസ്റ്റൻസിലാണ് എയർ ഉള്ളത്? ഡി മൈനസ് ടി അല്ലെ. ഡി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്തിന്ന്, ടോട്ടൽ ഡിസ്റ്റൻസിന്ന് ടി എന്ന് പറയുന്ന ഈ പോർഷൻ അങ്ങ് കളയണം. അത്രയുമല്ലേ എയർ പോർഷൻ ഉള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം ഡി മൈനസ് ടി പ്ലസ് അല്ലെ. അപ്പൊ ഇ ഡി കഴിഞ്ഞു. പ്ലസ് ഇനി ആരുണ്ട്? ഇവിടെ മീഡിയം ഉണ്ട്. അപ്പൊ മീഡിയം ഉള്ളത് കൊണ്ട് എന്ത് വരും? സിഗ്മ, മീഡിയത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ്. മീഡിയത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലൺ സീറോ എപ്സിലൺ ആർ ഇൻറ്റു അതിന്റെ തിക്നെസ് എത്രയാ? അതിന്റെ ഡിസ്റ്റൻസ് എത്രയാ? മീഡിയത്തിന്റെ തിക്നെസ് ടി ആണ്. ഓക്കെ, അപ്പൊ സിഗ്മ ബൈ എത്ര കിട്ടി? എപ്സിലൺ സീറോ എപ്സിലൺ ആർ ഇൻറ്റു ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തായിട്ട് വരും? സിഗ്മ എ ഡിവൈഡഡ് ബൈ, ഇവിടെ കോൺസ്റ്റന്റ് സിഗ്മ ബൈ എപ്സിലൺ സീറോ ആണ്. ഇതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. സിഗ്മ ബൈ എപ്സിലൺ സീറോ കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് വരും? ഡി മൈനസ് ടി പ്ലസ് എന്ത് വരാം? ഇവിടെ ടി ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ. ഓക്കെ, സിഗ്മ സിഗ്മ ക്യാൻസൽ ചെയ്തു. എപ്സിലൺ സീറോ മേളിലേക്ക് ചെന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇക്വേഷൻ ബിക്കംസ് എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലൺ ആർ. ഓക്കെ, അപ്പൊ നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആയി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇഫ് എ മീഡിയം ഈസ് ഇൻ ബിറ്റ്വീൻ ദം. രണ്ടെണ്ണത്തിനും ഇടയിൽ എന്തുണ്ട്? ഒരു ചെറിയ മീഡിയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു എപ്സിലൺ സീറോ എ ഡിവൈഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്കത് വളരെ ഈസിയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻ എയർ ഉണ്ട്, പിന്നെ എന്തുവരും? ഇലക്ട്രിക് ഫീൽഡ് ഇൻ മീഡിയം ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ താഴത്തെ വാല്യൂ ഒന്ന് കൊടുത്താൽ മതി അല്ലെ. എയറിന്റെ കേസിൽ സിഗ്മ ബൈ എപ്സിലൺ സീറോ ഇൻറ്റു ഡി മൈനസ് ടി. ഡി മൈനസ് ടി പോർഷനിലാണ് എയർ, ടി പോർഷനിലാണ് മീഡിയം. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കപ്പാസിറ്റൻസ് അല്ലെ. എത്ര വന്നു? എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലൺ ആർ. ഓക്കെ, അപ്പൊ ആ കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ രണ്ട് പ്ലേറ്റിനും ഇടയിൽ നിറയെ മീഡിയം ആണെങ്കിലോ, മീഡിയം ഹാവിംഗ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലൺ ആർ ആണെങ്കിൽ കപ്പാസിറ്റൻസ് എത്ര വരും? കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു എപ്സിലൺ സീറോ കൂടെ എന്തെന്നും കൂടെ വരും? എപ്സിലൺ ആർ എ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, ഫുൾ മീഡിയം ആണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാണ്? എപ്സിലൺ സീറോ എപ്സിലൺ ആർ എ ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ് കപ്പാസിറ്റൻസ് എത്ര വന്നു? ഇത്തിരി മുമ്പ് പഠിച്ചത്. കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലൺ ആർ. ഇവിടെ എപ്സിലൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈ ഇലക്ട്രിക് ആണ്. ഓക്കെ, ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മീഡിയം, ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടുന്ന ഏതെങ്കിലും ഒരു മീഡിയം ആണ്. ഇനി നമ്മൾ ആ മീഡിയം എന്ന് പറയുന്നത്, ഈ സാധനം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ അതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്ന ആ മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? മെറ്റൽ ആണ്. മെറ്റൽ ആവുമ്പോ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്യാണ്? ഇൻഫിനിറ്റ് കപ്പാസിറ്റി ആണ്. അല്ലെങ്കിൽ എന്ത് വരും? ഈ ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫിനിറ്റ് ലൈൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ മെറ്റലിനുണ്ട്. അപ്പൊ മെറ്റലിന്റെ കേസിൽ നമ്മുടെ എപ്സിലൺ ആർ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അങ്ങനെ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ എനി ക്വാണ്ടിറ്റി ബൈ ഇൻഫിനിറ്റി എത്രയായിട്ട് വരും? ഇപ്പൊ ടി ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ ടേം എന്തായിട്ട് പോവും? സീറോ ആയിട്ട് പോവും. എനി ടേം ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മുടെ ഈ ഡൈഇലക്ട്രിക് ഒരു മെറ്റൽ ആണെങ്കിൽ ഈ ടേം സീറോ ആയിട്ട് പോവും. അപ്പൊ കപ്പാസിറ്റൻസ് എത്രയായിട്ട് വരിക? എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഓക്കെ, അപ്പൊ നമ്മൾ കപ്പാസിറ്റൻസിന്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു. ഒന്നുകൂടെ ആ ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ത് വന്നു? എപ്സിലൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി ആണ്.
ഇത് എയറില് അല്ലെ, രണ്ട് പ്ലേറ്റിനും ഇടയിൽ ഫുൾ എയർ ആണെങ്കിൽ എപ്സിലൺ 0 A ഡിവൈഡഡ് ബൈ D. ഓക്കെ, ഇനി രണ്ട് പ്ലേറ്റിനും ഇടയിൽ ഫുൾ മീഡിയം ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, എപ്സിലൺ 0 എപ്സിലൺ R A ഡിവൈഡഡ് ബൈ D. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് വന്നു, എപ്സിലൺ 0 A ഡിവൈഡ് ബൈ D മൈനസ് T പ്ലസ് T ബൈ എപ്സിലൺ R. ഓക്കെ, ഇനി ആ ഡൈലക്ട്രിക് ഒരു മെറ്റൽ ആണെങ്കിൽ മെറ്റലിന്റെ എപ്സിലൺ R എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. എപ്സിലൺ R ഇൻഫിനിറ്റി ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് എന്ത് വരും, എപ്സിലൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് T. അപ്പൊ കപ്പാസിറ്റൻസിന്റെ എല്ലാ കേസിലെയും ഇക്വേഷൻസ് നമ്മൾ എഴുതി. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.